നമ്മൾ എങ്ങോട്ടാ പോകുന്നേ, എന്താ വ്ലോഗ് ചെയ്യില്ലേ, ഒരു ഐഡിയ ഇല്ലാത്തൊരു വ്ലോഗ്. ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഷാരോണിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ, നമുക്ക് പുറത്ത് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് വ്ലോഗ് ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് പോകുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. ഡിബയിലൊരു ചെറിയൊരു പള്ളിയുണ്ട്, സ്റ്റേഷൻ പള്ളി പോലെ. അപ്പോൾ നമ്മൾ ആ പള്ളിയിൽ വരെ പോകുന്നോർത്ത് പള്ളി ക്ലോസ് ആണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി പോവാട്ടോ. നമ്മളങ്ങനെ ഒരു കടയിൽ കണ്ണാടി നോക്കാൻ ഏകദേശം ഈ ഫീൽ ചെയ്യും. കുറച്ച് എന്തെങ്കിലും ഒരു വെറൈറ്റി ഇങ്ങനത്തെ ഒന്ന് യൂസ് ചെയ്തല്ലേ, അതിലേക്ക് തന്നെ തിരിച്ചു പോവാ. അപ്പോൾ ഇതോ ദിസ് വൺ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് രസമുണ്ട്. ഇവിടെ സൺഗ്ലാസിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ, എനിക്ക് കുറേ അടിപൊളി ഐറ്റംസ് ഇഷ്ടപ്പെട്ടു. എന്ത് ചെയ്യും, കുറേ വെച്ച് നോക്കി, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ആയിട്ട് കയറി നോക്കി, അവിടെ 70%, 30 to 70% ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. കുറേ സൺഗ്ലാസിൻ്റെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. സൺഗ്ലാസിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഷാരോണിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 ടൈപ്പ് ഗ്ലാസ് ഉണ്ട്. ഇപ്പം പുള്ളിക്ക് ഓരോ വർഷവും പുതിയ ലുക്ക് വേണം. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള പുതിയ കണ്ണാടി നമ്മൾ തപ്പിക്കൊണ്ട് നടക്കുകയാണ്, ലുക്ക് മാറാനായിട്ട് കേട്ടോ. അല്ലാണ്ട് ഇവിടെ സംഭവം ഇല്ലാഞ്ഞിട്ടല്ല, ഇവിടെ കുറേ ഉണ്ട്. പക്ഷേ പുള്ളി ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കുറേ ഐറ്റംസ് ആയതുകൊണ്ട് ഏകദേശം സെയിം ലുക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി കിട്ടാനായിട്ട് നമ്മളിങ്ങനെ തപ്പി നടക്കുവാണ്. നമ്മൾ അടുത്തായിട്ട് വന്നേക്കുന്നത് സഫീർ. നമ്മൾ ഇങ്ങനൊരു അന്തോ ഇല്ല കുന്തോ ഇല്ലാത്ത രീതിയിൽ ഇന്ന് എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ള ഡ്രസ്സ് മാറി. പക്ഷെ ഡ്രസ്സ് മാറിയിട്ട് ഉദ്ദേശിച്ച സ്ഥലത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിങ്ങനെ മറ്റേ പൊട്ടിപ്പോയ പട്ടം കണക്കിന് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് മെയിൻ ഉദ്ദേശം ഇദ്ദേഹമാണ്, പൊട്ടിയ പട്ടം. അങ്ങനെയൊക്കെ നമുക്ക് സഫീറിൽ പോയി നോക്കാം കേട്ടോ. എന്ത് മേടിക്കാനൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓഫറൊക്കെ ഉണ്ടോ, ചുമ്മാ ഒരു ദിവസം ഞായറാഴ്ച ആയപ്പം എന്തേലൊക്കെ ചെയ്യണ്ടേ. അങ്ങനെ ഞായറാഴ്ചത്തെ കറക്കത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളകത്ത് വന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കുറേ ഓഫറൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് വേണ്ട സാധനങ്ങൾക്ക് ഓഫർ. ജിമ്മിൽ അമേസിങ് ബേബി താഴെയിരിക്കുന്ന നോക്കുക, കുറച്ച് ഓറഞ്ച് കളറായിട്ട് കുറേ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച് വന്ന സാധനത്തിനൊക്കെ ഓഫർ കുറവായിരുന്നു. കുറേ ബാഗോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഇതോ ജിമ്മിൽ പോകാനായിട്ട് അമേസിങ് ഇല്ലേ. നമുക്ക് അപ്പുറത്തൂടെ പോയി നടക്കാം. ഷേക്കറും കൊള്ളും, വേണമെങ്കിൽ ടവലോ അങ്ങനത്തെ എല്ലാം തന്നെ അത് കൊള്ളും. മറ്റേത് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്, ഒന്നും കയറുകയും ഇല്ല. അല്ലേ അത് ചേച്ചി ചിന്ന ഷേക്കർ കൊള്ളൂലേ. ആ എന്ത് ഇപ്പം കറക്റ്റ് മറ്റേ ഡയലോഗ് കൂടെ പറ. ബട്ടർഫ്ലൈ ഇപ്പം മറ്റേ പച്ചക്കുതിരയിലും മറ്റേ ദിലീപിനെ പോലെ ഉണ്ട്. എന്താ ആലോചിക്കുന്നത്, എൻ്റെ കൂടെ മാച്ച് ആവുമെന്ന് നോക്കുക, എൻ്റെ അടുത്ത് മാച്ച് ആവുമെന്ന് നോക്കുക. ആ പൈസയ്ക്ക് വലിയ കുഴപ്പമില്ല അല്ലേ. ഒരു 50% ഓഫർ ഉണ്ട് അപ്പം ഷൂസിനാണേലും കുറേ എന്തൊക്കെ ഐറ്റംസിനുണ്ട്. നടക്കാം, പ്രശ്നമില്ല. പേനെടുക്കുമോ? ചില ഷൂസ് ഇടുമ്പോൾ അടിയിൽ മറ്റേ ഭയങ്കര കട്ടിയായിട്ട് അവസാനം ഉപ്പൂറ്റിക്ക് ഭയങ്കരമായിട്ട് പെയിൻ എടുക്കാൻ തുടങ്ങുമല്ലോ. ഇവിടെ കമ്മലിൻ്റെ ഭയങ്കര വെറൈറ്റി ടൈപ്പ് കമ്മലിൻ്റെ അതിൻ്റെയൊക്കെ ഗോൾഡൻ കളറ്, സിൽവർ, അങ്ങനെ നല്ല കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള മോഡൽ കുറേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ കുറേ ഡ്രസ്സ് നോക്കി കേട്ടോ, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡൽ ഡ്രസ്സില്ല. പക്ഷെ ഇവിടെ അല്ലാത്ത കുറേ മോഡൽ ഡ്രസ്സും ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. ഓഫീസ് വെയറൊക്കെ ഉണ്ട് കുറേ നല്ല രസമുള്ളതൊക്കെ. നമ്മൾ ജിമ്മിൽ പോകാനായിട്ട് ശരവണിന് നിക്കറെടുത്തു, പിന്നെ കുറേ ബനിയൻ എടുത്തു. ഇതെല്ലാം വിലക്കുറവുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം തന്നെ ഏകദേശം 10 റംസൊക്കെ മറ്റേതിനകത്ത്. പക്ഷെ നല്ല ക്വാളിറ്റി കേട്ടോ. ഇപ്പം എന്തോ ഇവരിവിടെ എന്തോ ക്ലിയറിങ്സ് എന്തോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ എടുത്തേക്കുന്നതാണ്. ഇതെല്ലാം ഓഫറുണ്ട്, ഹാഫ് പ്രൈസാണ് കണ്ടോ. എടുത്തെന്തായാലും ചീത്തയാവൂലോ. ആ നല്ലതല്ലേ, പിന്നെയാണല്ലോ യൂസ് ചെയ്യാലോ. ആ ക്ലിയറൻസ്. ബില്ലടിക്കാൻ പോവാം കേട്ടോ. കുറച്ച് തിരക്കുണ്ട് ഇവിടെ. സഫീറിന് പുറത്തിറങ്ങിയിട്ടിന് ചായ കുടിക്കാൻ പോവാം. നമ്മുടെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അവരെയും കണ്ടിട്ട് ഹമൂറിൽ പോയിട്ട് ചായ കുടിക്കും. നമ്മളെങ്ങനെ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ ഹമൂറിൽ എത്തിപ്പെടാണ്ട് മറ്റേ ചുരുളിയിൽ പറഞ്ഞ പോലെ മറ്റേ ലൂപ്പിൽ പെട്ട പോലെയാണ്. എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും നമ്മൾ ഹമൂറിൽ പോയി അവൻ്റെ ആ ചായ അവൻ്റെ പേരെന്തായിരുന്നു? സുഹൈലിൻ്റെ ചായ ഉണ്ടല്ലോ, അതൊരു മറ്റേ ലൂപ്പ് പോലെ. നമ്മൾ എങ്ങനെയാണല്ലോ കുടിച്ച് കഴിയുമ്പോൾ അത് അല്ലേ, അവൻ്റെ അടിപൊളി ചായ കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ എവിടെ നിന്നാണെങ്കിലും നമ്മൾ ചായ കുടിച്ചാൽ നമ്മൾ അത്ര ഇങ്ങനെ പിന്നെയും പോകാറില്ല. അവൻ്റെ ചായ എന്ത് ചായ എന്താ പറയുന്നത്? അല്ല അത് എന്ത് നാട്ടിലെ സമോർ ചായ, നല്ല ചായ. അപ്പം നമുക്ക് ഹമ്മൂറിൽ പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് 2 ഫ്രണ്ട്സ് വരും. നമുക്ക് അവരെ കൂടെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകാം. പിന്നെയും കറങ്ങിത്തിരിഞ്ഞ് ഹമ്മൂറിൽ വന്നു കേട്ടോ. അവർ വന്നില്ല എന്ന് തോന്നുന്നു. നമുക്കിനി പോയി ചായയൊക്കെ കുടിച്ചിരിക്കാം. ആ പിങ്ക് കളർ അടിച്ചത് നമ്മൾ അന്ന് വന്ന ഒരു റെസ്റ്റോറൻറ്റില്ലേ, അവർ വന്നില്ല എന്ന് തോന്നുന്നു. ആ എൻ്റെ സൈഡിൽ നിന്ന് സൗണ്ട് കേട്ടാ. शुगर नहीं, ये क्या पकड़ने के लिए आपका दिमाग रॉकेट ले रॉकेट सुहेल किधर है? रेस्ट में कभी आएगा ना, शुगर नहीं चाहिए ना, एक पे थोड़ा डालो एक पे 3 हेलो हाँ 2 रुपए ഇത് നമ്മുടെ ഫ്രണ്ട്സ് വന്നപ്പോൾ നമുക്ക് കൊണ്ടുവന്നതാണ്. നമുക്ക് ഗിഫ്റ്റ് ചെയ്ത് എനിക്കും ഷാരോണിനും. എനിക്ക് പ്ലാൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം അവർ കൊണ്ടുവന്നു കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു സൺഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.